Hi students, today we are going to discuss with the topic types of solar cells. First, classification. And the classification of solar cells are monocrystalline, polycrystalline and thin films. Already we discussed about monocrystalline and polycrystalline solar cells. And the next one is thin films. And these thin films are classified into amorphous silicon, gallium arsenide solar cells, cadmium sulfate solar cells and organic solar cells. And the main classification is monocrystalline, polycrystalline and thin film. And thin films are classified as amorphous silicon solar cell, gallium arsenide solar cell, cadmium sulfate solar cell and organic solar cells. And this monocrystalline and polycrystalline solar cells has efficiency of 14 to 17% and polycrystalline has efficiency of 13 to 15%, where amorphous silicon has 5 to 7%. This amorphous silicon is a category of thin films. This thin film has no low efficiency. In this, amorphous silicon has an efficiency of 5 to 7%. അതായത് മോണോക്രിസ്റ്റലിനും പോളിക്രിസ്റ്റലിനും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 14 to 17%, 13 to 15% ആണ് ഉള്ളത്. അതിനകത്ത് തിൻ ഫിലിംസിന് ഒരു ക്ലാസിഫിക്കേഷനാണ് എന്ത്, അമോർഫസ് സിലിക്കൺ. അതിനകത്ത് അമോർഫസ് സിലിക്കണേ ഉള്ളൂ 5 to 7%. അല്ലാതെ ഒരിക്കലും തിൻ ഫിലിമിൻ്റെ എഫിഷ്യൻസി എന്തല്ല, കുറവല്ല. തിൻ ഫിലിമിലെ അമോർഫസ് സിലിക്കണിൻ്റെ മാത്രം പെർസെൻറ്റേജ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്, 5 to 7% ആണ്. How we can differentiate a monocrystalline and polycrystalline? നമുക്കൊരു മോണോക്രിസ്റ്റലൈനും പോളിക്രിസ്റ്റലൈനും കണ്ടാൽ എങ്ങനെ എന്ത് ചെയ്യും, അത് മോണോക്രിസ്റ്റലിനാണോ പോളിക്രിസ്റ്റലിനാണോ എന്ന് എന്ത് ചെയ്യും, മനസ്സിലാവും. അതായത് we know that monocrystalline solar cells are produced from pure silicon. പ്യുവർ സിലിക്കണിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, മോണോക്രിസ്റ്റലൈൻ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ പോളിക്രിസ്റ്റലൈൻ സിലിക്കൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ലിക്വിഡ് സിലിക്കൺ. ലിക്വിഡ് സിലിക്കണിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, പോളിക്രിസ്റ്റലൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് ഇത് തമ്മിലുള്ള വ്യത്യാസം, ഈ പോളിക്രിസ്റ്റലൈൻ സോളാർ സെൽ നോക്കി നമുക്ക് മനസ്സിലാവും ഒരു ഗ്രെയിനി സ്ട്രക്ചർ ആയിരിക്കും എന്തിനുണ്ടാകുന്നത്. ഇവിടെ ഉണ്ടാകുന്ന ഒരു ഗ്രെയിൻസ് എന്തുണ്ടാവും, പോളിക്രിസ്റ്റലിൻ ഉണ്ടാവും. പക്ഷെ മോണോക്രിസ്റ്റലിൻ അങ്ങനെ ആയിരിക്കത്തില്ല, ഗ്രെയിൻസ് ഉണ്ടാകത്തില്ല, ചെറിയ ചെറിയ ലൈൻസ് മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവും അവിടെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ അത് കൂടാതെ ഇവിടെ എന്തുണ്ടാകും, കുറച്ച് ഗ്രെയിനി സ്ട്രക്ചർ ആയിരിക്കും എന്തിനുണ്ടാകുന്നത്, പോളിക്രിസ്റ്റലിൻ ഉണ്ടാകുന്നത്. ദാറ്റ്സ് ഹൗ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് പോളിക്രിസ്റ്റലിൻ ആൻഡ് മോണോക്രിസ്റ്റലിൻ. മോണോക്രിസ്റ്റലിൻ എന്ന് പറഞ്ഞാൽ പ്യുവർ സിലിക്കണിൽ നിന്നും, പോളിക്രിസ്റ്റലിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ലിക്വിഡ് സിലിക്കണിൽ നിന്നുമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ പോളിക്രിസ്റ്റലിൻ എന്തുണ്ടാവും, ഒരു ഗ്രെയിനി സ്ട്രക്ചർ ആയിരിക്കും എന്തുണ്ടാവുന്നത്, പോളിക്രിസ്റ്റലിൻ ഉണ്ടാവുന്നത്. ഈ മോണോക്രിസ്റ്റലിൻ പോളിക്രിസ്റ്റലിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് തിൻ ഫിലിം. തിൻ ഫിലിമിലെ അമോർഫസ് സിലിക്കണും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തിൻ ഫിലിം സ്ട്രക്ചറിൽ അറിയേണ്ടത്, അതിൻ്റെ ക്ലാസിഫിക്കേഷനിൽ അറിയേണ്ടത് ഏതൊക്കെയാണ്, ഗാലിയം ആർസനൈഡ്, കാഡ്മിയം സൾഫൈഡ്, അതേപോലെ തന്നെ ഓർഗാനിക് സെൽ. ഇതിനെ മൂന്നിനെ പറ്റിയാണ് നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഗാലിയം ആർസനൈഡ് സെൽ. സോ ഗാലിയം ആർസനൈഡ് സെൽസ് ആർ included in thin film. Thin film structure വരുന്ന solar cells ആണ് എന്ത്, gallium arsenide cell. The emerging competition from the thin film merge of compounds of 2 or more element is gallium arsenide. രണ്ടോ അതിൽ കൂടുതൽ എലിമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഫോം ചെയ്യുന്ന സോളാർ സെൽസിൽ ഒരു വിഭാഗമാണ് എന്ത്, gallium arsenide cell. This gallium arsenide band gap is 1.43 electron volt, which is very near to the optimum value of 1.4 electron volt, and it is the most efficient single junction solar cell. Single junction solar cellil ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളതാണ് എന്ത്, ഗാലിയം ആർസനൈഡ്. അത് ഗാലിയം ആർസനൈഡ് എഫിഷ്യൻസി ഇസ് നിയർലി 43% വിത്ത് സോളാർ കോൺസെൻട്രേഷൻ. സൺലൈറ്റ് പ്രോപ്പറായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്, 43% ആണ്. വിത്ത് ലെസ് സോളാർ കോൺസെൻട്രേഷൻ ഇറ്റ്സ് എഫിഷ്യൻസി ഇസ് 29%. സോ ഗാലിയം ആർസനൈഡ് സെൽ ഈസ് എ മോസ്റ്റ് എഫിഷ്യൻറ്റ് സോളാർ സെൽ. ഗാലിയം ആർസനൈഡ് ആണ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, ഏറ്റവും എഫിഷ്യൻസി കൂടിയ സോളാർ സെല്ലിന് എക്സാമ്പിളാണ് എന്ത്, ഗാലിയം ആർസനൈഡ്. Efficiency of gallium arsenide is relatively insensitive to increasing temperature. അതായത് ടെമ്പറേച്ചറിൻ്റെ എന്ത് ചെയ്യുന്നില്ല,
വേരിയേഷൻ ഗാലിയം ആർസെനൈഡ് എഫിഷ്യൻസി എന്ത് ചെയ്യത്തില്ല, അഫക്റ്റ് ചെയ്യത്തില്ല. ദേ ആർ ഓൾസോ ലെസ് അഫക്റ്റഡ് ബൈ കോസ്മിക് റേഡിയേഷൻ ആൻഡ് ആസ് തിൻ ഫിലിംസ് ആൻഡ് ദേ ആർ ലൈറ്റ് വെയ്റ്റ്. അത് എന്ത് തന്നെയാണ്, തിൻ ഫിലിംസ് ആയതുകൊണ്ട് തന്നെ വെയിറ്റും എന്താണ്, വളരെ കുറവാണ്. ദാറ്റ്സ് വൈ ദേ ആർ യൂസ്ഡ് ഇൻ സോളാർ ആപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഇത് എന്തിന് യൂസ് ചെയ്യുന്നത്, സോളാർ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഗാലിയം ഈസ് മച്ച് ലെസ് അബണ്ടൻറ്റ് ഇൻ ദ എർത്ത് ക്രസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ് മെറ്റീരിയൽ. ഗാലിയം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് സിലിക്കൺ പോലെ എന്തല്ല അബണ്ടൻ്റ് ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് കൂടുതലാണ്. ഇത് ഹൈറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് cadmium telluride or cadmium sulfide solar cells. This cadmium telluride is an example of group 2 group 6 photovoltaic compound. അതായത് കോമ്പൗണ്ട്സിനെ കമ്പൈൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗാലിയം ആർസെനൈഡ് ആയാലും കാഡ്മിയം ടെലൂറൈഡോ കാഡ്മിയം സൾഫൈഡോ ഒക്കെ ഉണ്ടാകുന്നത്. അപ്പം ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 6 കോമ്പിനേഷനാണ് എന്ത് വന്നത്, കാഡ്മിയം ടെലൂറൈഡ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 2വിൻ്റെയും ഗ്രൂപ്പ് 6ൻ്റെയും എന്താണ്, ഫോട്ടോവോൾട്ടൈക് കോമ്പൗണ്ട് ആണ്. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ആസ് പി ലെയർ ഇൻ ഹെട്രോജംഗ്ഷൻ സോളാർ സെൽസ്. അതായത് എൻ ലെയറും പി ലെയറും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോട്ടോവോൾട്ടൈക് സെൽസ് ഫോം ചെയ്യുന്നത്. അതിനകത്ത് പി ലെയർ ആയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കാഡ്മിയം ടെലൂറൈഡ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. One difficulty associated with a heterojunction is the mismatch between the size of the crystalline lattice of the two materials which leading to dangling bonds. അതായത് ഈ രണ്ടെണ്ണത്തിൻ്റെയും, അതായത് കാഡ്മിയത്തിൻ്റെയും ടെലൂറൈഡിൻ്റെയും ക്രിസ്റ്റലൈൻ സ്ട്രക്ചറിൽ എന്തുണ്ട്, ചില വ്യത്യാസങ്ങളുള്ളതുകൊണ്ട് തന്നെ അത് എന്ത് ബോണ്ട് ചെയ്യും, ഡാംഗ്ലിംഗ് ബോണ്ട്സ് എന്ത് ചെയ്യും, ഫോം ചെയ്യും. ആൻഡ് one compound that is often used for N layer is cadmium sulfide. P ലെയറിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കാഡ്മിയം ടെലൂറൈഡും. പി ലെയർ എൻ ലെയറിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കാഡ്മിയം സൾഫൈഡും യൂസ് ചെയ്യുന്നത്. The band gap for cadmium telluride is 1.44 electron volt, very close to the optimum for terrestrial cells. ഇതിൻ്റെ ബാൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്, 1.44 ഇലക്ട്രോൺ വോൾട്ട് ആണ്. One aspect of cadmium sulfide or cadmium telluride cell is the potential hazard to human health and the environment associated with the cadmium, and cadmium is very toxic substance. അതായത് നമ്മൾ സോളാർ സെൽസ് ഫോം ചെയ്യാൻ വേണ്ടി കാഡ്മിയം സൾഫൈഡോ കാഡ്മിയം ടെലൂറൈഡോ യൂസ് ചെയ്യും. കാഡ്മിയം ടെലൂറൈഡ് പി ലെയറിനും കാഡ്മിയം സൾഫൈഡ് എൻ ലെയർ ഫോം ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇതിലെ കാഡ്മിയം എന്ന് പറയുന്നത് എന്താണ്, വളരെ ടോക്സിക് ആയിട്ടുള്ള എന്താണ്, സബ്സ്റ്റൻസ് ആണ്. അപ്പം ഈ വേസ്റ്റ് കാഡ്മിയം പ്രൊഡ്യൂസ് ഡ്യൂറിങ് മാനുഫാക്ചറിങ് പ്രോസസ് നീഡ് ടു ബി കീപ്പ് ഔട്ട് ഓഫ് ദി എൻവയോൺമെൻറ്റ്. അതായത് എൻവയോൺമെൻറ്റിൽ അത് എന്ത് ചെയ്യണം, നമ്മളതിനെ മാനുഫാക്ചർ ചെയ്തതിൻ്റെ വേസ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റിൽ എന്ത് ചെയ്യും, ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് എന്ത് ചെയ്യാനുള്ള ഉണ്ടാക്കാനുള്ള ചാൻസ് എന്ത് ചെയ്യുന്നതാണ്, കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കാഡ്മിയം ആയാലും നമ്മൾ ഈ സോളാർ സെൽസ് മൊഡ്യൂൾസിൽ കാഡ്മിയമൊക്കെ form ചെയ്യുമ്പോൾ cadmium or cadmium sulfide or cadmium telluride modules contain about 6 gram of cadmium per square meter of surface area, but it is completely sealed inside the module, so it does not possess no risk under normal circumstances. അതായത് ഇത് തന്നെ നമ്മുടെ സെൽസിൽ 6 gram of cadmium per square meter ആണ് എന്ത് ചെയ്യുന്നത്, സ്ക്വയർ മീറ്റർ ഓഫ് സർഫസ് ഏരിയ എന്ത് ഉണ്ടാവും. പക്ഷേ അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് സീൽ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, സോളാർ സെൽസിൻ്റെ മൊഡ്യൂൾസിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നോർമൽ സർക്കംസ്റ്റാൻസസിൽ അത് കാരണം ഒരു ഹാർംഫുൾ എഫക്ട്സും എന്ത് ചെയ്യാറില്ല, ഉണ്ടാവാറില്ല. Okay, so thin films are mainly classified into 4. ഏതൊക്കെയാണ്, ഗാലിയം ആർസെനൈഡ്, കാഡ്മിയം സൾഫൈഡ് ഓർ കാഡ്മിയം ടെലൂറൈഡ്, അമോർഫസ് സിലിക്കൺ. അമോർഫസ് സിലിക്കൺ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബാക്കി രണ്ടെണ്ണം ഇതിനാണ്. അപ്പം ഇത് രണ്ടും ഇതെന്ന് പറയുന്നത് എന്താണ്, ഇൻഓർഗാനിക് ആണ്. ഇൻഓർഗാനിക് സെൽസിന് എക്സാമ്പിളാണ് ഇത് ഗാലിയം ആർസെനൈഡും കാഡ്മിയം സൾഫൈഡും കാഡ്മിയം ടെലൂറൈഡും ഒക്കെ എന്താണ്, ഇൻഓർഗാനിക് സെൽസിൻ്റെ എക്സാമ്പിളാണ്. തിൻ ഫിലിംസിൻ്റെ മറ്റൊരു കാറ്റഗറിയാണ് എന്ത്, ഓർഗാനിക് സെൽസ് അല്ലേ. മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്യുന്ന അമോർഫസ് സിലിക്കൺ, ഗാലിയം ആർസെനൈഡ്, കാഡ്മിയം സൾഫൈഡ് ആൻഡ് ഓർഗാനിക് സെൽ. അതിനകത്ത് ഈ അമോർഫസ് സിലിക്കണും ഗാലിയം ആർസെനൈഡും കാഡ്മിയം സൾഫൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഇൻഓർഗാനിക് സെൽസ് ആണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഓർഗാനിക് സെൽസ്. ഇനി അടുത്തതാണ് എന്ത്, ഓർഗാനിക് സെൽ. നെക്സ്റ്റ്, organic cells. Classical photovoltaic cells based on organic semiconductors are developed in 1954. 1954ലാണ് എന്ത് ചെയ്യുന്നത്, സെമി കണ്ടക്ടർ ആയിട്ടുള്ള സിലിക്കൺസ് യൂസ് ചെയ്തിട്ടുള്ള സോളാർ സെൽസ് എന്ത് ചെയ്യുന്നത്, ഇൻഓർഗാനിക് സിലിക്കൺ യൂസ് ചെയ്തിട്ട് സോളാർ സെൽസ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്.
ഇതിൻ്റെ ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ സിലിക്കൺ ഈസ് എക്സ്പെൻസീവ് ആസ് കമ്പയർഡ് ടു ഓർഗാനിക് മെറ്റീരിയൽസ്. ഓർഗാനിക് സോളാർ സെൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറച്ച് കൂടുതലാണ്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഫ്ലെക്സിബിൾ അല്ല. ലിമിറ്റഡ് അവൈലബിലിറ്റി ഓഫ് ഇനോർഗാനിക് മെറ്റീരിയൽ ആസ് കമ്പയർഡ് ടു ഓർഗാനിക് മെറ്റീരിയൽ. ഇനോർഗാനിക് മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, കുറവാണ് ആസ് കമ്പയർഡ് ടു എന്ത്, ഓർഗാനിക് മെറ്റീരിയൽ. ദീസ് ആർ ദി ഡിമെറിറ്റ്സ് ഓഫ് ഇനോർഗാനിക് സോളാർ സെൽസിൻ്റെ ഡിമെറിറ്റ്സ് എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ, ഓർഗാനിക് സോളാർ സെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് മൂന്നുമാണ്. അതായത് സിലിക്കൺ എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ് എന്തുകൊണ്ട് ഓർഗാനിക് മെറ്റീരിയൽസ് കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ ഫ്ലെക്സിബിൾ അല്ല, ഇതിൻ്റെ ലിമിറ്റഡ് അവൈലബിലിറ്റി. സിലിക്കൺ എന്ന് പറഞ്ഞാൽ എർത്ത് ക്രിസ്റ്റൽ ഏറ്റവും കൂടുതലായിട്ടുള്ളതാണ്, പക്ഷേ അവൈലബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. നെക്സ്റ്റ്, വൈ ഓർഗാനിക് സോളാർ സെൽസ്? എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഗാനിക് സോളാർ സെല്ലിനെ പറ്റി ചിന്തിച്ച് തുടങ്ങാനുള്ള കാരണം? ഈസ് ഓഫ് പ്രോസസ്സിങ്, നമുക്ക് എന്ത് ചെയ്യാം, ഡെവലപ്പ് എടുക്കാനുള്ള ഈസ്, മെക്കാനിക്കൽ ഫ്ലെക്സിബിലിറ്റി, എക്കണോമിക്കലി വയബിൾ, സേഫർ എൻവയോൺമെൻറ്റ്, അൺലിമിറ്റഡ് അവൈലബിലിറ്റി, ലെസ് എക്സ്പെൻസീവ് ദാൻ ഇനോർഗാനിക് മെറ്റീരിയൽ. സിലിക്കണിനെ വെച്ചിട്ട് എന്താണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. ആൻഡ് കോമ്പറ്റബിലിറ്റി, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ തിൻ ഫിലിംസ് ആണ്. ഓർഗാനിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ്, തിൻ ഫിലിംസിൻ്റെ. അപ്പം ഇതൊക്കെ കാരണമാണ് നമ്മൾ എന്തിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്, ഓർഗാനിക് സോളാർ സെൽസിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. സോ ഇറ്റ്സ് ഈസി ടു ഡെവലപ്പ്, മെക്കാനിക്കൽ ഫ്ലെക്സിബിലിറ്റി, സേഫർ എൻവയോൺമെൻറ്റ്, unlimited availability, compatibility are the reasons why we are going to organic solar cells. What is the working of an organic solar cell? We know that the solar cells are produced by using two semiconductor layers. A typical organic cell consists of two semiconductor layers made of plastic polymers and other flexible materials. ഇവിടെ semiconductor layers ഫോം ചെയ്യുന്ന എന്ത് യൂസ് ആണ്, പ്ലാസ്റ്റിക് പോളിമേഴ്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. The cells generate electricity by absorbing particles of light or photons. ലൈറ്റ് ഫോൾ ചെയ്യുന്നതിനനുസരിച്ച് അതിന് കറസ്പോണ്ടിങ് എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. When the cells absorb light, a photon knocks out of an electron in a polymer atom, leaving behind an empty space, which scientists refers to as hole. നമുക്കറിയാം ലൈറ്റ് ഫോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇലക്ട്രോൺസ് എനർജി അക്വയർ ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ പോയിന്റ് ജമ്പ് ചെയ്തിട്ട് ഒരു ലെയറിൽ നിന്ന് മറ്റൊരു ലെയറിലോട്ട് പോകും. ഇപ്പോൾ ഒരു ഇലക്ട്രോൺ ജമ്പ് ചെയ്തിട്ട് പോയിന്റിൽ നിന്ന് പോകുമ്പോൾ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഹോൾ ക്രിയേറ്റ് ചെയ്യും. ആ ജമ്പ് ചെയ്ത് പോകുന്ന എംപ്റ്റി സ്പേസിന് പറയുന്ന പേരാണ് എന്ത്, ഹോൾ. ആൻഡ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ ഇമ്മീഡിയറ്റ്ലി ഫോം എ ബോണ്ടഡ് പെയർ. അവിടെ എന്ത് ഫോം ചെയ്യും, ഇലക്ട്രോൺ ഹോൾ പെയേഴ്സ് ഫോം ചെയ്യും. അല്ലെ, ഇലക്ട്രോൺ ഒരു പോയിന്റിൽ നിന്ന് ജമ്പ് ചെയ്ത് മറ്റൊരു പോയിന്റിലോട്ട് പോകും, മറ്റു ലെയറിലോട്ട് പോയിട്ട് അവിടുത്തെ എന്തുമായിട്ട്, ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യും. അവിടെ എന്ത് ചെയ്യും, ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്യും. അങ്ങനെ ബോണ്ടഡ് പെയർ ഫോം ചെയ്യുന്ന പറയുന്ന പേരാണ് എന്ത്, എക്സിറ്റോൺ. ഓർഗാനിക് സെൽസിന് അങ്ങനെ ഫോം ചെയ്യുന്ന പെയർസിന് പറയുന്ന പേരാണ് എന്ത്, എക്സിറ്റോൺസ്. ആ എക്സിറ്റോൺ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഇലക്ട്രോൺ ഹോൾ പെയറാണ് അല്ലേ, ഇലക്ട്രോണും ഹോളും കൂടെ ചേർന്നാണ്. അപ്പോൾ എനർജി അക്വയർ ചെയ്ത് കഴിയുമ്പം ഈ എക്സിറ്റോൺ എന്താവും, സ്പ്ലിറ്റ് ആവും. ഈ ഇലക്ട്രോൺ ഹോൾ പെയർസ് എന്ത് ചെയ്യാൻ തുടങ്ങും, സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. ആൻഡ് അലൗവിങ് ദ ഇലക്ട്രോൺ മൂവിങ് ഇൻഡിപെൻഡൻ്റ് ടു എ ഹോൾ ക്രിയേറ്റഡ് ബൈ ദി അബ്സോർബ്ഡ് ഫോട്ടോൺ. ദ കണ്ടിന്യൂസ് മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഫ്രം ഹോൾ ടു ഹോൾ പ്രൊഡ്യൂസ് ആൻഡ് ഇലക്ട്രിക് കറണ്ട്. അതായത് മൂവ്മെൻറ്റ് ഓഫ് ഹോളിൽ നിന്ന് ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമ്പോൾ എനർജി അക്വയർ കഴിയുമ്പം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഒരു ഹോൾ ടു ഹോൾ എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം അവിടെ എന്ത് പ്രൊഡ്യൂസ്, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് എന്ത് പറഞ്ഞാൽ കറണ്ട്. അങ്ങനെ അവിടെ എന്ത് ചെയ്യാൻ തുടങ്ങും, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഇപ്പം ഓർഗാനിക് സെൽസിൽ എന്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്, ഈ എക്സിറ്റോൺസ് എന്ത് ചെയ്തിട്ടാണ്, എനർജി അക്വയർ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് കറണ്ടിനെ എന്ത് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദി സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് ആൻ ഓർഗാനിക് സെൽ. നോക്കിക്കേ, ഇവിടെ എന്തൊക്കെയുണ്ട്, ഒരു കാത്തോഡുണ്ട്, ആനോഡുണ്ട്, ഒരു ഫോട്ടോ ആക്റ്റീവ് ലെയർ ഉണ്ട്. അതിന് മുമ്പ് ഇവിടെ ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ട്രാൻസ്പെയറൻ്റ് ആയിട്ട് ഒരു സബ്സ്ട്രേറ്റ് ഉണ്ട്. നോർമലി ഈ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്ലാസ് ആയിരിക്കും സബ്സ്ട്രേറ്റ് ആയിട്ട് ഉണ്ടാവുന്നത്. ഇനി ദിസ് കാഥോഡ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ഇലക്ട്രോഡാണ്. നോർമലി ദിസ് നെഗറ്റീവ് ഇലക്ട്രോഡ് ഈസ് അലൂമിനിയം ആൻഡ് ഇൻഡിയം ടിൻ ഓക്സൈഡ്. ഒന്നുകിൽ അലൂമിനിയമോ അല്ലെങ്കിൽ ഇൻഡിയം ടിൻ ഓക്സൈഡോ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ ആനോഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാവും, അലൂമിനിയോ മഗ്നീഷ്യോ ഒക്കെയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. വെൻ ലൈറ്റ് ഫോൾസ് ഓൺ ദിസ് ഫോട്ടോ ആക്റ്റീവ് ലെയർ, ഫോട്ടോൺസ് ലൈറ്റ് എന്ത് ചെയ്യാണ്, ഈ ഫോട്ടോ ആക്റ്റീവ് ലെയറിൽ എന്ത് ചെയ്യാണ്, ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇലക്ട്രോൺ ഹോൾ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഈ
അബ്സോർബ് ചെയ്തിട്ട് ഇലക്ട്രോൺസിനെ എക്സൈറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഹോളുമായിട്ട് കമ്പൈൻ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഫോട്ടോ ആക്റ്റീവ് ലെയറിൽ കൂടെ എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ദ ടൈപ്സ് ഓഫ് ഓർഗാനിക് സോളാർ സെൽസ്. ഓർഗാനിക് സോളാർ സെല്ലിനെ മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് രണ്ടായിട്ടാണ്: സിംഗിൾ ലെയർ ഓർഗാനിക് സോളാർ സെൽസ് ആൻഡ് ഡബിൾ ലെയർ ഓർഗാനിക് സോളാർ സെൽസ്. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ ലെയർ ഓർഗാനിക് സോളാർ സെൽസ്. The single layer solar cells consist of an electrode 1 and electrode 2. Electrode 1 is a cathode and this is anode. Electrode cathode എന്ന് പറയുന്നത് എന്താണ്, ഇൻഡിയം, ടിൻ, ഓക്സൈഡ്, അലൂമിനിയം, അങ്ങനെ ഏതെങ്കിലും മെറ്റൽ ആവാം. ഇലക്ട്രോഡ് 2 എന്ന് പറയുന്നത് എന്താണ്, അലൂമിനിയം, മഗ്നീഷ്യം, കാൽസ്യം, ഇതൊക്കെയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. These cells are made by sandwiching a layer of organic electronic material between ടു മെറ്റാലിക് കണ്ടക്ടേഴ്സ്. ഈ രണ്ടിൻ്റെ ഇടയ്ക്ക് ഒരു ഓർഗാനിക് ഇലക്ട്രോണിക് മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ടാകുന്നത്. അത് നോർമലി എന്താകുന്നത്, ഒരു പോളിമർ വെച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ഇത് വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോൺ 1ൻ്റെയും ഇലക്ട്രോൺ 2ൻ്റെയും വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് കാഥോഡിൻ്റെ വർക്ക് ഫംഗ്ഷൻ ആയിരിക്കും ആനോഡിൻ്റെ വർക്ക് ഫംഗ്ഷനേക്കാളിലും കൂടുതൽ. എന്താ വർക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, വർക്ക് ഫംഗ്ഷൻ മീൻസ് എ മിനിമം എനർജി റിക്വയർഡ് ബൈ ആൻ ഇലക്ട്രോൺ ടു മൂവ് ഫ്രം ആൻ മെറ്റൽ സർഫസ്. ഒരു മെറ്റൽ സർഫസിൽ നിന്ന് ഇലക്ട്രോണിന് മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിനിമം എനർജിക്കാണ് എന്ത് പറയുന്നത്, വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ആ വർക്ക് ഫംഗ്ഷൻ കൂടുതലെന്ന് പറയുന്നത് എന്തിനായിരിക്കും, കാഥോഡിലായിരിക്കും. അതായത് ഇൻഡിയം ടിൻ ഓക്സൈഡിലോ അലൂമിനിയത്തിലോ ഉള്ള ഇൻഡിയം ടിൻ ഓക്സൈഡിലുള്ളതിനായിരിക്കും എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും എന്ത് ഉണ്ടാവുന്നത്, വർക്ക് ഫംഗ്ഷൻ കൂടുതൽ ആസ് കമ്പയർഡ് ടു ഇലക്ട്രോഡ് 2. അതായത് ആനോഡിനേക്കാളും കാഥോഡിനായിരിക്കും വർക്ക് ഫംഗ്ഷൻ എന്താവുന്നത്, കൂടുതലുണ്ടാവും. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ശരിക്കും ഡിഫറൻസ് ഓഫ് എന്തുണ്ടാവും, വർക്ക് ഫംഗ്ഷൻ ഉണ്ടാവും. ആ ഡിഫറൻസ് ഓഫ് വർക്ക് ഫംഗ്ഷൻ കാരണമായിരിക്കും ഇവിടെ ഇവിടെ ഉണ്ടാവുന്ന എക്സിറ്റോൺസ് എന്താവുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഡിഫറൻസ് ഓഫ് വർക്ക് function between the two conductors set up an electric field in the organic layer. When the organic layer absorb light, excitons are formed. Organic layer il endu cheyum, light form cheyumba avade endu undavum, excitons undavum, that is electron hole pairs endu cheyum undavum. Ee work function ulla difference kaana, the potential created by the different work function help to split the exciton pairs, pulling electrons to the positive electrodes and holes to the negative electrodes. അതായത് വർക്ക് ഫംഗ്ഷനുള്ള ഡിഫറൻസ് കാരണം ഇവിടെ നിന്നുണ്ടാവുന്ന ഇലക്ട്രോൺസ്, കാഥോഡിലെ ഇലക്ട്രോൺസ് എങ്ങോട്ട്, ആനോഡിലോട്ടും ആനോഡിലെ ഹോൾസ് എങ്ങോട്ടും കാഥോഡിലോട്ടും എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അങ്ങനെ വർക്ക് ഫംഗ്ഷനുള്ള ഡിഫറൻസ് കാരണമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, എക്സിറ്റോൺസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. എന്തിൻ്റെ കേസിൽ, സിംഗിൾ ലെയർ ഓർഗാനിക് സോളാർ സെൽസിൽ. അങ്ങനെ എക്സിറ്റോൺസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രോഡ് 1ൽ നിന്ന് ഇലക്ട്രോഡ് 2ൽ, അത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, കാഥോഡിൽ നിന്ന് ആനോഡിലോട്ടും ഹോൾസ് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടും എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഇലക്ട്രോൺ ഹോൾ മൂവ്മെൻറ്റ് കാരണം ഇലക്ട്രിക് കറണ്ട് എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സിംഗിൾ ലെയർ ഓർഗാനിക് സെൽ. അപ്പോൾ സിംഗിൾ ലെയർ ഓർഗാനിക് സെല്ല് വർക്ക് ചെയ്യുന്നത് വർക്ക് ഫംഗ്ഷനിലുള്ള ഡിഫറൻസ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ഫംഗ്ഷൻ കാണുന്ന ഡിഫറൻസ് കാരണം എക്സിറ്റോൺസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് സിംഗിൾ ലെയർ ഓർഗാനിക് സോളാർ സെൽസ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഡബിൾ ലെയർ ഓർഗാനിക് സെൽ. അപ്പോൾ ഡബിൾ ലെയർ ഓർഗാനിക് സെല്ലിലുള്ള വ്യത്യാസം, ഇവിടെ ഇതുപോലെ തന്നെ ഒരു ആനോഡും എന്തുണ്ട്, കാഥോഡും ഉണ്ട്. ബട്ട് ഹിയർ എ സെപ്പറേറ്റ് ഇലക്ട്രോൺ ഡോണർ ആൻഡ് ഇലക്ട്രോൺ അക്സെപ്റ്റർ. ഈ സെപ്പറേറ്റഡ് എന്തുണ്ട്, ഒരു ഇലക്ട്രോൺ ഡോണറും ഇലക്ട്രോൺ അക്സെപ്റ്ററും ഉണ്ടാവും. ഈ bilayer cells contain two layers in between the conductive electrodes. ഈ കണ്ടക്റ്റീവ് ഇലക്ട്രോഡ്സിനിടയിൽ എന്തുണ്ടാവും, രണ്ട് ഇലക്ട്രോഡ്സ് ഉണ്ടാവും. കണ്ടക്റ്റീവ് ഇലക്ട്രോഡ്സ് എന്ത് ചെയ്യും, ഉണ്ടാവും. ഒരു ഇലക്ട്രോൺ ഡോണറും ഉണ്ടാവും, ഇലക്ട്രോൺ അക്സെപ്റ്ററും ഉണ്ടാവും. The two layers are different electron affinity and ionization energy. ഈ ഇലക്ട്രോൺ ഡോണറിൻ്റെയും ഈ ഇലക്ട്രോൺ അഫിനിറ്റിവിറ്റി അല്ലെങ്കിൽ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്, ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് രണ്ടിനും എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഡിഫറൻസ് കാരണം ഇവിടെ എന്തുണ്ടാവും, ഒരു ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് എന്തുണ്ടാവും, ഈ ജംഗ്ഷനിൽ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പം വെൻ ദ ലൈറ്റ് ഫോൾസ് ഓൺ ദിസ് ജംഗ്ഷൻ, ഒരു ലൈറ്റ് എന്ത് ചെയ്യാണ്, ഈ ജംഗ്ഷനിൽ എന്ത് ചെയ്യുമ്പോൾ ഫോൾ ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ എക്സിറ്റോൺസ് എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. ഇവിടുത്തെ എക്സിറ്റോൺ സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്ത് കാരണമല്ല, ഈ വർക്ക് ഫംഗ്ഷനിലുള്ള ഡിഫറൻസ് കാരണമായിരിക്കത്തില്ല, ഈ ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് കാരണമായിരിക്കും ഇവിടുത്തെ എക്സിറ്റോൺസ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്യുന്നത്. വെൻ ദ ലൈറ്റ് മസ്റ്റ് ക്രിയേറ്റ് എക്സിറ്റോൺ എ സ്മോൾ ചാർജ് റീജിയൻ ഫോർ ആൻ എഫിഷ്യൻറ്റ് ചാർജ് സെപ്പറേഷൻ ആൻഡ് കളക്റ്റിംഗ്.
The materials are chosen to make the difference large enough that local electric field are strong, which splits exciton much more efficiently than single layer photovoltaic cell. അതായത് ഇവിടെ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്തിനെ എക്സിറ്റോൺസിനെ എന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോൺസും ഹോൾസും എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഇലക്ട്രോൺസ് ഒരു ഹോളിൽ നിന്ന് മറ്റൊരു ഹോളിലോട്ട് എന്ത് ചെയ്യും, ജമ്പ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം ഇവിടെ എന്ത് ചെയ്യും, ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യും, പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇതാണ് എന്ത് തമ്മിലുള്ള വ്യത്യാസം, സിംഗിൾ ലെയറും ഡബിൾ ലെയറും തമ്മിലുള്ള വ്യത്യാസം. സിംഗിൾ ലെയറിൽ വർക്ക് ചെയ്യുന്നത് എന്താണ്, എന്ത് വ്യത്യാസം കാണും, ആ വർക്ക് ഫംഗ്ഷനിലുള്ള ഡിഫറൻസ് കാരണം ഉണ്ടാകുന്ന വർക്ക് ഫംഗ്ഷനുള്ള ഡിഫറൻസ് കാരണമാണ് എന്താണ്, എക്സിറ്റോൺസ് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് അവരുടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡബിൾ ലെയറിലെന്ന് പറഞ്ഞാൽ ഈ ജംഗ്ഷനിലുണ്ടാവുന്ന ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ആണ് എന്ത് സ്പ്ലിറ്റ് ചെയ്യുന്നത്, എക്സിറ്റോൺസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ എക്സിറ്റോൺസ് സ്പ്ലിറ്റ് ചെയ്യുന്നത് മോർ ഫാസ്റ്റ് ആയിരിക്കും എന്തിനേക്കാളും, സിംഗിൾ ലെയറിനേക്കാളും. സോ ഇറ്റ് ഈസ് മോസ്റ്റ് എഫിഷ്യൻറ്റ് വൺ. ഡബിൾ ലെയർ ആണ് എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്, സിംഗിൾ ലെയറിനെ കമ്പയർ ചെയ്യുമ്പോൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ളത്. അപ്പം രണ്ടും തമ്മിലുള്ള വർക്കിങ്ങിലുള്ള ഡിഫറൻസ് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാവണം. Next, manufacturing process and cost. Organic solar cells are easily manufactured. നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. Molecules are easier to work with and can be used with thin film substrate that are 100 times thinner than silicon cell. അതായത് തിൻ ഫിലിംസിൽ പെടുന്ന കാറ്റഗറിയിലുള്ളതാണ് എന്ത്, ഓർഗാനിക് സോളാർ സെൽസ്. അപ്പോൾ ഓർഗാനിക് സോളാർ സെൽ എന്ന് പറഞ്ഞാൽ സിലിക്കൺ സോളാർ സെൽസിനേക്കാളും കുറച്ചുകൂടി എന്താവും, തിന്നർ ആയിരിക്കും. The fact reduce the cost production significantly. അപ്പം എക്കണോമിക്കലാണ് ആസ് കമ്പയർഡ് ടു എന്ത്, ഇൻഓർഗാനിക് സോളാർ സെല്ലിനേക്കാളും ഓർഗാനിക് സോളാർ സെല്ലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. ഇനി എൻവയോൺമെൻറ്റൽ ഇമ്പാക്ട്. ലെസ് എനർജി കൺസപ്ഷൻ ഇൻ മാനുഫാക്ചറിങ് organic solar cell than the inorganic solar cell. An extensive use of organic solar cell contribute to the increased use of solar power globally and make renewable energy sources friendly. അതായത് എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് എന്താണ്, കുറവാണ് എന്തിന്, ഓർഗാനിക് സോളാർ സെൽസ്. നമുക്ക് പറയാം കാഡ്മിയം ആണെങ്കിൽ എൻവയോൺമെൻറ്റിൽ എന്താണ്, ടോക്സിക് ആണ്, എൻവയോൺമെൻറ്റ് ഹസാർഡ്സ് ഉണ്ട്. അപ്പോൾ ഓർഗാനിക് സോളാർ സെൽസിൽ അങ്ങനെയുള്ള എൻവയോൺമെൻറ്റൽ ഹസാർഡ്സ് എന്താണ്, കുറവാണ്. കുറച്ചുകൂടെ എന്താണ്, റിന്യൂവബിൾ എനർജി സോഴ്സസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിന്യൂവബിൾ ആണ്, താനും കുറച്ചുകൂടെ എന്താണ്, ഫ്രണ്ട്ലിയർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ഓർഗാനിക് സോളാർ സെൽസ്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്, ലോ കോസ്റ്റ് ആണ്, സേവിങ്സ് ഓൺ മെറ്റീരിയൽ, ലോ വെയ്റ്റ് ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഓൺ ദി PV modules, no hazardous environmental impact during manufacturing. ഇതാണ് എന്തിൻ്റെ, ഓർഗാനിക് സോളാർ സെല്ലിൻ്റെ അഡ്വാൻറ്റേജസ്. ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആസ് ലോ എഫിഷ്യൻസി. അതായത് ഇതിൻ്റെ എഫിഷ്യൻസി എന്താണ്, കുറവാണ് എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, സിലിക്കൺ സെൽസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സിലിക്കൺ സെൽസ് പ്ലേസ് ചെയ്ത് എത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നോ അതിൽ കൂടുതൽ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമുണ്ടാവും. ഇത്രയും 15 വോൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി 30 സെൽസ് ആയിരുന്നു വേണമെങ്കിൽ അതിൽ കൂടുതൽ സെൽസ് എന്തിനകത്ത് വേണം, ഓർഗാനിക് സോളാർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണം. ഷോർട്ട് ലൈഫ് ടൈം ആസ് കമ്പയർഡ് ടു ഇൻഓർഗാനിക് സോളാർ സെൽ. ഓർഗാനിക് സോളാർ സെല്ലിൻ്റെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഇറ്റ്സ് നോർമലി യൂസ്ഡ് ഇൻ മൊബൈൽ ഫോൺ ചാർജേഴ്സ്. മൊബൈൽ ഫോൺ ചാർജേഴ്സിൽ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ ചെറിയ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സിലും മൊബൈൽ ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സിലും എന്ത് ചെയ്യാറുണ്ട്, സോളാർ സെൽസ് യൂസ് ചെയ്യുന്നത്. പവർ ജനറേഷൻ, ദീസ് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ഓർഗാനിc solar cells. So today we discussed about classification of solar cells. The solar cells are classified into monocrystalline, polycrystalline and thin films. And thin films are again classified as amorphous silicon, gallium arsenide, cadmium sulfide or cadmium telluride and organic cells. And these organic cells are classified into two, single layer and double layer. And the single layer works on the works with the difference of potential in the work function. Work function difference കാരണമാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, എക്സിറ്റോൺസ് എക്സൈറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് സിംഗിൾ ലെയർ സോളാർ സെൽ. ആൻഡ് ഡബിൾ ലെയർ സോളാർ സെൽസ് എന്താണ്, ആ ഇലക്ട്രോൺ ഡോണറിൻ്റെയും ഇലക്ട്രോൺ അക്സെപ്റ്ററിൻ്റെയും ഇടയിലുണ്ടാകുന്ന ലോക്കൽ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് അവിടുത്തെ എന്ത് ചെയ്യുന്നത്, എക്സൈറ്റോൺസ് എന്ത് ചെയ്യുന്നത്, സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ ഇലക്ട്രോൺസ് ഹോൾ ടു ഹോൾ എന്ത് ചെയ്ത് മൂവ് ചെയ്തിട്ട് ഇലക്ട്രോൺസിന് മൂവ് ആകാൻ്റെ കാരണമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ ലെയർ ഓർഗാനിക് സെൽസ് ആൻഡ് ഡബിൾ ലെയർ ഓർഗാനിക് cells. Thank you.